നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മേജർ രവിയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. ഒരുപാട് പട്ടാള കഥകൾ മലയാളിക്ക് ചൊല്ലിക്കൊടുത്ത, അതോടൊപ്പം ഒട്ടേറെ വിവാദങ്ങളും മലയാളിക്ക് നൽകിയ മേജർ രവിയുടെ ജീവിത വഴിത്താരയിലൂടെയുള്ള യാത്ര ഈ എപ്പിസോഡിലും തുടരുകയാണ്. ഒരാളതാ ഇത് കേട്ടിട്ട് ഒരാൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വരട്ടെ. രവി സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. കീർത്തിചക്ര എന്ന സിനിമ നമ്മൾ കാശ്മീരിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമ കാശ്മീരിൽ ഷൂട്ട് ചെയ്യുന്നത്. നമുക്കൊരുപാട് ത്രെട്ടുകളുണ്ടായി. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് 13 ബ്ലാസ്റ്റുകൾ അവിടെ നടന്നു. അതെല്ലാം അതിജീവിച്ചാണ് നമ്മൾ ആ സിനിമ ഷൂട്ട് ചെയ്തത്. ആ ചിത്രത്തിലെ നമ്മുടെ ഒരു വീട് ഒരു സെറ്റായിരുന്നു, പ്രധാനപ്പെട്ട ആ വീട്. നമ്മൾ സെറ്റൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് വളരെ പ്രസിദ്ധനായ ഒരു മിലിറ്റൻ്റ് ഗ്രാമമായിരുന്നത്. അപ്പോൾ അവരവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്നും അവരുടെ ഒരു ന്യൂസ് പേപ്പറിൽ നമുക്ക് ത്രെട്ട് തരുന്ന പോലെ വാർത്തകളൊക്കെ വന്നു. ഈ വാർത്ത വന്നതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ ഷൂട്ടിന് ആ സ്ഥലത്തേക്കാണ് പോയത്. ഞാൻ കുറച്ച് കഴിഞ്ഞാണ് ലൊക്കേഷനിലേക്ക് വന്നത്. എനിക്കറിയേണ്ടത്, അന്ന് ഞാൻ അവിടെ വരുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമായിരുന്നു? എന്തായിരുന്നു നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസവും ധൈര്യവും? ഞാൻ വരുമെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? ലാല് വളരെ സ്നേഹത്തോടെ മേജർ നിങ്ങളെ അനുസ്മരിക്കുകയാണ്, നിങ്ങളുടെ ആ സിനിമയും അതിൻ്റെ ചുറ്റോട്. എനിക്ക് തോന്നുന്നു മേജറിൻ്റെ ഈ എന്താ പറയണ്ടേ, ജീവിതം നമ്മളിങ്ങനെ കോർത്തിണക്കുമ്പോൾ താങ്കൾക്ക് അമൂല്യമായി തോന്നുന്ന ഒരുപാട് മുത്തുകളാണ് ഇപ്പോൾ ഞാൻ താങ്കൾക്ക് സമർപ്പിക്കുകയാണ്. അതെല്ലാം ലാൽ സാറിന്റെ ഈ ഒരു ചോദ്യം ഞാൻ വളരെ മോശക്കാരാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഒരിക്കലും ടാസ്കിനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തു. ഞാനല്ലേ പറഞ്ഞു, ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഐ ഷുഡ് ബി വെരി പ്രിപ്പയർഡ് എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കൊന്നും ഒളിച്ചു വെക്കാനില്ല, പിന്നെ എന്തിനാ ഞാൻ തോക്കുമായിട്ട് പോകുന്നു എന്നുള്ളൊരു ലെവലിൽ വിട്ടാസ് ചോദിച്ചില്ല തോക്കുണ്ടോ എന്നുള്ള. ഞാൻ ഐ റെസ്പെക്ട് യു ബിക്കോസ് യു ഗ്രിൽ പീപ്പിൾ, ഐ വാച്ച് യുവർ പ്രോഗ്രാംസ് ഓൾസോ. പക്ഷേ what will I be preparing, because what are you going to ask എന്നുള്ള എനിക്കറിയില്ല. ഞാൻ ഇത്ര പാവാന്നുള്ള കാര്യം പാവാന്നുള്ള എനിക്കറിയാം. പക്ഷെ ലാൽ സാർ ഇപ്പം ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്ത് ചങ്കൂറ്റമായിരുന്നു എന്നുള്ളത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഷൂട്ടിംഗ് അവിടെ പ്ലാൻ ചെയ്തത്. അന്ന് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ കാലത്ത് 6 മണിക്ക് എനിക്ക് ന്യൂസ് പേപ്പറും കൊണ്ടിട്ട് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, സാർ അവിടെ ഷൂട്ടിങ്ങിന് പോകണ്ടാന്ന്, ഇതാണെന്നുള്ളത്. അപ്പം ന്യൂസിനകത്ത് അവർ എഴുതിയിരിക്കുന്നത് മേജർ രവി ഈസ് ബാക്ക് ഇൻ ദ വാലി വിത്ത് എ ഷൂട്ടിംഗ് ടീം, നോട്ട് വിത്ത് AK-47 ബട്ട് വിത്ത് ക്യാമറ. അപ്പം അതൊരു വാണിംഗ് ആയിരുന്നു ഈ മിലിറ്റൻസിൽ. ഇത് മിലിറ്റൻസിൻ്റെ പേപ്പറായിരുന്നു, ഞാനിവിടെ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പം അതിന് മുന്നേ 89, 90, 90s, 91 ഞാൻ നല്ലപോലെ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഏരിയയാണ്. എന്നെ നല്ലപോലെ ടാർഗറ്റും ചെയ്തിട്ടുണ്ട് അവിടെ. കമാൻഡോസിൽ ഇങ്ങനെ ഒരു സൗത്ത് ഇന്ത്യൻ ഉണ്ട്, സൗത്തി ഉണ്ടെന്ന്, ഏക് മദ്രാസി ഹേ കർക്കെന്ന് അങ്ങനെയൊക്കെയാണ് ഇവർ എഴുതുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഷൂട്ടിങ്ങിന് 15 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോവാണ്. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞത് ലാലിനെ കാണിക്കരുത് കേട്ടോ എന്ന് മാറ്റി വയ്ക്കുന്നത്. ഞാൻ ഷൂട്ടിങ്ങിന് പോയി. അപ്പം എൻ്റെ മിലിറ്ററിക്കാർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവരൊരു 10-200 ആളുകളെ അന്ന് അവിടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ പറഞ്ഞു ആ ഏരിയയിലത്തെ കംപ്ലീറ്റ് പെട്രോളിങ് അവിടെ വെച്ചു. അപ്പോഴും എനിക്ക് അറിയാം ലാൽ സാർ വരും, പക്ഷെ ലാൽ സാർ ഈ പേപ്പർ കാണരുത്. ലാലിന് ഇത് അറിയില്ല. എൻ്റെ ധാരണ ലാൽ സാറിന് ഇത് അറിയില്ല എന്നുള്ള. അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ കയറി വരികയാണ്. ലാൽ സാർ നടന്ന് കയറി വരുമ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന് ചിരിച്ചു. എന്താണാ? ഞാൻ പറയും ഒന്നുമില്ല, ഷൂട്ട് ചെയ്യല്ലേ, റെഡിയാണ്. ഞാൻ റെഡിയാണ് സാർ. ന്യൂസ് പേപ്പർ കണ്ടോന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഓ അപ്പം അണ്ണൻ കണ്ടോന്ന് വെച്ചു. പിന്നെ അപ്പോൾ അതിനെന്താണ് നമ്മളെപ്പോഴും ഷൂട്ടിങ് തുടങ്ങുന്നത്? ഇത് പറഞ്ഞ് ലാലിനെ എനിക്കറിയാം ഇത് പറയുമെന്നുള്ളത്. കാരണം ഈ പടം പ്ലാൻ ചെയ്ത സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഊട്ടിയിലും മൂന്നാറിലും വെച്ച് ഈ പടം പ്ലാൻ ചെയ്യരുത്, ഇത് കാശ്മീർ തന്നെ ഷൂട്ട് ചെയ്യുക. അപ്പം ഞാൻ അദ്ദേഹത്തെ ഓൾറെഡി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അണ്ണനും പോവില്ല, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പോകും, നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് വരുന്നു. അപ്പം ഞാൻ അറിയുന്ന ലാലിന് എന്നോട് ചോദിച്ചല്ലോ എന്ത് ഗട്ട്സിലാണ് ഞാൻ വരുമെന്ന് വിചാരിച്ചെന്നുള്ളത്. ഞാൻ അറിയുന്ന ലാലിന് എന്നേക്കാൾ ഗട്ട്സ് ഉണ്ട്. അദ്ദേഹത്തെ സിനിമയിൽ കാണിക്കുന്ന ആ നടനായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു മിലിറ്ററിക്കാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു കമാൻഡോ ഉണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് എനിക്കറിയായിരുന്നു ഈ വ്യക്തി അവിടെ വരുമെന്നുള്ളത്. വേറെ ആരാണെങ്കിലും ശരി തിരിച്ചു പോകുന്നത്. വെറുതെ അല്ല ലെഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തത്. ലെഫ്റ്റനന്റ് കേണൽ പദവി എന്ന് പറഞ്ഞാൽ അത് ഞാനിവിടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പല സ്ഥലത്തും പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് മേജർ രവി കാരണമാണ് ലെഫ്റ്റനന്റ് കേണൽ പദവി മോഹൻലാലിന് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്.
ആദ്യം ആ ചിന്താഗതി ഒന്ന് ആദ്യം മാറ്റി. മേജർ രവി വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും ലക്ഷങ്ങളിൽ പദവി എനിക്കറിയില്ലായിരുന്നു ഇപ്പൊ മേജർ ഞാൻ പറയുന്നു, ഇത് ഞാൻ പലയിടത്തും കേൾക്കും, പലയിടത്തും ഞാനത് ഇതുവരെ കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് പലരും ചോദിക്കുക. ഞാൻ പറയും, ഒന്നാമത്തെ കാര്യം, ലാൽ സാറിൻ്റെ കീർത്തി ചക്രയും കുരുക്ഷേത്രയും ഇത് ആർമി പ്രിവ്യൂ ചെയ്യും ഇവിടെ നമ്മൾ സെൻസറിന് വരുന്നതിന് മുന്നേ. ഞാൻ അവിടെ നിന്ന് ക്ലിയറൻസ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരാറുള്ളൂ. ഈ പ്രിവ്യൂ ചെയ്യുന്ന സമയത്താണ് അവിടുത്തെ ചില ജനറൽസ് ഇത് കണ്ടിട്ട് ഒരു മേജറായിട്ട് ഹി ഹാസ് ആക്ടഡ് സോ വെൽ, ലിവ്ഡ് അപ് ടു ദ ക്യാരക്ടർ. ഒരു കേണലായിട്ട് ഹി ലിവ്ഡ് അപ് ടു ദ ക്യാരക്ടർ. എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെ നമുക്ക് ഓണറി കേണലായിട്ട് നമുക്ക് TA ബറ്റാലിയൻ എടുത്തുകൂടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സർ യു ഷുഡ് ആസ്ക് ഹിം, ഹിൽ ബി ഹാപ്പി ടു ജോയിൻ എന്നതും. അങ്ങനെയാണ് അവർ ലാൽ സാറിന് ലെറ്റർ അയക്കുന്നത്, വുഡ് യു ലൈക്ക് ടു ജോയിൻ ദ TA ബറ്റാലിയൻ. ഈ സമയത്താണ് ലാൽ പറഞ്ഞത് യെസ്. അതിനുശേഷം റിട്ടാസ് 8 മാസം എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഏജൻസീസ്, മിലിറ്ററി ഇൻ്റലിജൻസ്, IB, റോ, ലോക്കൽ പോലീസ്, എല്ലാവരുടെയും ഇൻ്റലിജൻസ് റിപ്പോർട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണ് ആർമി കൊടുത്തിട്ട്. നമുക്കിതിലേക്ക് വരാം. എന്താ കാരണം വെച്ചാൽ നമ്മൾ താങ്കളുടെ ആദ്യത്തെ ആ ഒരു ഹൃദയവേദനയെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ഒരു പട്ടാളക്കാരെന്ന നിലയിൽ താങ്കൾ മനസ്സിൽ ആർജിച്ച് ശേഖരിച്ച് വച്ചിരുന്ന ഒരുപാട് ചിത്രങ്ങളുടെ ഒരു ബഹിർസ്ഫുരണമായിരുന്നു ഈ കീർത്തിചക്ര. സ്റ്റോറി ചെയ്ത് മുഴുവൻ ഒരു സിനിമയിലേക്ക് താങ്കൾ പരിഭാഷപ്പെടുത്തി. അതുകൊണ്ടാണ് ചില ആൾക്കാർ പറഞ്ഞത് മേജർ ആർജിച്ച എല്ലാ ചിത്രങ്ങളും കൊണ്ടുപോയി കീർത്തിചക്രയെ കൊണ്ടുപോയിട്ട് മുഴുവൻ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്തു. അതുകൊണ്ട് പിന്നീട് വന്ന പല സിനിമകളിലും ചില അല്പം ദാരിദ്ര്യം ഉണ്ടായിരുന്നു. കാരണം ഇവിടെ കമ്പാരിസനാണ്. ആ കീർത്തിചക്ര ഞാൻ ആദ്യം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനൊരു മേജർ രവി എന്നുള്ളൊരു വ്യക്തിയായിട്ട് ഞാനിവിടെ ഉണ്ടാവില്ല. ഒരുപക്ഷെ ഇങ്ങനെ ഇരിക്കാനും പറ്റില്ലായിരുന്നു. കാരണം നിങ്ങൾ ആരും നമ്മളെ മൈൻഡ് ചെയ്യില്ല. ഇതിപ്പോൾ ആ ഒരു സിനിമയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരിൽ പലർക്കും അതൊരു ഭയങ്കര ഊർജ്ജമായിട്ട്. കാരണം അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ദേശസ്നേഹം മുഴുവൻ ആർത്ത് വിളിച്ചവർ ഓരോ പാട്ടിൻ്റെ, ഈവൻ ആ ഖുദാസെ മന്നത്തെ പാട്ട് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഭാരത് മാതാ കി ജയ് എന്ന്. ആ സിനിമയ്ക്കകത്ത് ഒരു സ്ഥലത്ത് പോലും ഞാൻ ഡയലോഗ് എഴുതിയിട്ടില്ല ഭാരത് മാതാ കി ജയ് എന്നുള്ളത്, ഒറ്റ സ്ഥലത്ത് പോലും ഇല്ല. പക്ഷെ ജനങ്ങൾ വിളിച്ചു. ആ വികാരം എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ അത് സത്യമായിട്ടും 6 വർഷത്തിൻ്റെ പരിശ്രമമാണത്, 8 വർഷത്തിൻ്റെ പരിശ്രമമാണ് ആ കഥയെഴുത്ത്. ഇപ്പോൾ ഈ കേട്ടിരിക്കുന്ന ഡയലോഗ് എഴുതുന്ന സമയത്ത് അതിനകത്ത് ഞാനെന്നുള്ള കമാൻഡോ, എൻ്റെ ഒരു സഹപ്രവർത്തകൻ്റെ ഡെഡ് ബോഡി പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരുത്തി വന്നിട്ട് അതിനെ പ്രശ്നം ഉണ്ടാക്കാൻ വരികയാണെങ്കിൽ ആ സമയത്ത് ഇതായിരിക്കും എൻ്റെ ഡയലോഗ്. ഇത് ഞാൻ കൊടുത്തിട്ടാവാം, അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ഉത്തരം പറയാം എന്നുള്ളത്. അത് ലാൽ സാർ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു നടൻ എന്നുള്ള രീതി ഹി ലിവ്ഡ് ടു ദാറ്റ് കമാൻഡോ. മേജർ മഹാദേവൻ്റെ ക്യാരക്ടറിലേക്ക് ഹീ ഈസ് ലിവിങ് ടു ദാറ്റ് ക്യാരക്ടർ, ഹീ ഈസ് നോട്ട് മോഹൻലാൽ ദ. അപ്പം അത് ഞാൻ അന്ന് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പല രാത്രികളുണ്ട് ബ്രിട്ടാസ്, 2-3 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്നിട്ട് ഡയലോഗ് എഴുതിയിട്ടുണ്ട്. ഇരിക്കുന്ന നേരത്തെ ചോദിച്ചാൽ എൻ്റെ കണ്ണ് നിറഞ്ഞൊന്നുമില്ല. അതിൽ ആ റേപ്പിൻ്റെ സീക്വൻസ് വരുന്ന സമയത്ത് മുഴുവൻ പല സമയങ്ങളിലും ഞാൻ ആ സ്ത്രീയുടെ, ആ ഉമ്മയുടെ ഡയലോഗ് എഴുതുന്ന സമയത്ത് പലപ്പോഴും കീറിക്കളഞ്ഞിട്ടുണ്ട്, പലപ്പോഴും എഴുതുന്ന സമയത്ത് കരഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഐ ബിക്കം ദാറ്റ് ലേഡി. ആ അമ്മയുടെ അവസ്ഥ എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ 3 പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് അവർക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ നിയോഗിക്കപ്പെടുന്ന സമയത്ത് എൻ്റെ വികാരം എന്തായിരിക്കും എന്നുള്ളതിന് ഞാൻ ആ ഉമ്മയായിട്ട് മാറണം. അത് എഴുതുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ ഭാര്യ 2 മണിക്കൊക്കെ പുറത്ത് വന്നിട്ട് നോക്കുന്ന സമയത്ത് ഇയാൾ ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. പല സമയത്ത് എൻ്റെ ഭാര്യ കണ്ടിട്ടുണ്ട്. പക്ഷേ ഷീ ഡിഡ്ന്റ് നോ ദാറ്റ് ഈസ് കീർത്തി ചക്ര വാസ് മേക്കിംഗ്. അന്ന് എന്തോ ഇയാൾക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഈ കീർത്തിചക്ര വരുന്ന സമയത്ത് ഭയങ്കര ഹിറ്റ്. അതിൻ്റെ പിറകിലത്തെ 6 വർഷം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ തിരക്കഥ എന്ന് പറയുന്നത് താങ്കളുടെ മനസ്സിൽ പട്ടാളത്തിലുള്ള സമയത്ത് തന്നെ അത് മനസ്സിൽ തന്നെ അത് ജ്വലിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് ഒറിജിനൽ കഥയാണ്. കഥയാണ്. ഇത് ഞാൻ ചെയ്ത ഓപ്പറേഷനാണ്. ഇത് ഈ മോഹൻലാൽ എന്നുള്ള വ്യക്തി റിയൽ ലൈഫിൽ ഞാനായിരുന്നു. അപ്പം ഞാൻ കണ്ട ഉമ്മയാണത്. ആ ഉമ്മയിൽ നിന്നാണ് ഞാൻ ഈ കഥ. ഒന്നും കൂട്ടിച്ചേർക്കേണ്ടി വന്നില്ല. എനിക്ക് അതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇപ്പൊ സന്തോഷ് ജോഗി എന്നുള്ള ക്യാരക്ടർ മരിച്ചു ഒരു സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ചില ഘടകങ്ങൾ മാത്രം കേറ്റി. പക്ഷെ അതിന്റെ മേജർ സപ്പോർട്ട് മുഴുവൻ ഇതിനകത്തുണ്ടായിരുന്നു. ഞാൻ കണ്ടതാണ്. ഞാൻ മുഴുവൻ താങ്കൾ ഈ കൃത്യക്രിയയിലൂടെ പുറത്തേക്ക് എടുത്തു. ഞങ്ങളെ വിടാതെ ഒരാൾ പിടികൊടുത്തു. വരട്ടെ. ഗുഡ് ഈവനിങ് രവിയേട്ട, വെരി ഹാപ്പി ടു മീറ്റ് യു ഹിയർ. എനിക്ക് വളരെ സന്തോഷം ഉങ്ങളെ പറ്റി സംസാരിക്കാൻ. എനിക്ക് രവിയേട്ട ചിലപ്പോൾ 13 കൊല്ലം മുമ്പ് അറിയാം. ഞങ്ങൾ ഊട്ടിയിൽ ഞാനൊരു പടം ഷൂട്ട് ചെയ്തായിരുന്നു. എനിക്ക് ഏത് പടം എനിക്ക് ഓർമ്മയില്ല. രവിയേട്ടൻ അപ്പോൾ പ്രിയേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്തു. അപ്പോൾ രവിയേട്ടൻ എനിക്ക് പറഞ്ഞു, ഞാൻ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഫിലിം ചെയ്യുമ്പോൾ നിങ്ങൾ വരണം, ഞാൻ എൻ്റെ കൂടെ എന്നെ പ്രോത്സാഹിപ്പിക്കണം, എൻ്റെ കൂടെ റോൾ ചെയ്യണം. ഞാൻ വിചാരിച്ചു ഓക്കെ, ലൈക്ക് എവറിബഡി എൽസ് യു ജസ്റ്റ് പ്രോമിസ് ഓക്കെ എന്ന് പറഞ്ഞു.
കറക്റ്റായിട്ട് കീർത്തി ചക്രക്ക് എനിക്ക് വിളിച്ചു പറഞ്ഞു 5 days പിക്നിക്കാണ്, നീ വാ എന്ന് പറഞ്ഞു. ആൻഡ് സത്യം എനിക്ക് വൺ ഓഫ് ദ ലവ്ലി ഫിലിംസ്, ലവ്ലി ക്യാരക്ടർ ഞാൻ ചെയ്തത് കീർത്തി ചക്രയിലാണ്. രവിയേട്ടൻ്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറഞ്ഞാൽ അവരുടെ ലോയൽറ്റി. ഇപ്പോൾ കൂടെ അതേ ഫ്രണ്ട്ഷിപ്പ്, അതേ സ്നേഹം. പക്ഷേ എനിക്കൊരു പരാതിയുണ്ട് രവിയേട്ട, എന്തിനാ നിങ്ങൾ മേജർ മഹാദേവൻ്റെ ഭാര്യ ഫസ്റ്റ് പടത്തിൽ കൊന്നു? കാരണം അതിനുശേഷം എനിക്ക് ചാൻസേ പോയി. എത്ര നന്നായിട്ട് ആർമി പടം നിങ്ങൾ ചെയ്തു, എനിക്ക് ചാൻസേ ഇല്ല. കാരണം വൈഫ് ഇസ് ഡെഡ്. അറ്റ്ലീസ്റ്റ് ഒരു തേർഡ് പടം അവർ ഒരു കൊന്നാലേ എൻ്റെ അഭിപ്രായം നന്നായിരുന്നു എന്ന്. Anyway, I'm so proud of you, Eta, and so nice to see your career blossom ingane. God bless. Wish you every success. Thank you. ലക്ഷ്മി ഗോപാൽ സ്വാമി. ലക്ഷ്മി ചോദിച്ചില്ല എന്താ എന്നെ കൊന്നത് എന്നുള്ള ആ പടത്തിനകത്ത്. അതിനെ നമുക്ക് ഹ്യൂമറായിട്ട് എടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മിനെ എനിക്ക് പടത്തിൽ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് അതിലേക്ക് ഒത്തു കഴിഞ്ഞാൽ. പക്ഷെ അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഈ മഹാദേവൻ സീരീസ് വരുന്ന സമയത്ത് എനിക്ക് വേറൊരു പടത്തിലും മോഹൻലാലിന് ഭാര്യനെ കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ആ പടത്തിനകത്ത് ലക്ഷ്മി ഗോപാൽ സ്വാമി തീർന്നു. പക്ഷേ ദാറ്റ് ഈസ് എ സ്റ്റോറി നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ടല്ല ലക്ഷ്മിയോട് എനിക്കത് പറയാനുള്ളത്. ആ ലക്ഷ്മി പറഞ്ഞത് ശരി തന്നെയാണ്. ഞാനൊരു 13-14 വർഷം മുന്നേ ഇതുപോലെ തന്നെ ഷൂട്ടിങ്ങിൽ കണ്ട സമയത്ത് ലക്ഷ്മി, ഇഫ് ഐ ഡു എ ഫിലിം യു വിൽ ബി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് സത്യം പറഞ്ഞാൽ അത് നമ്മൾ ഓർത്ത് വെച്ചിട്ടല്ല, ആ സമയത്ത് അത് കൃത്യമായിട്ട് എൻ്റെ മനസ്സിൽ വരലും ആ കുട്ടീനെ ഓർമ്മ. അതുപോലെ തന്നെയായിരുന്നു ഞാൻ ശ്വേതാ മേനോനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബോംബെയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടോ ഐഡൻറ്റി സമയത്തൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ശ്വേത എടുത്തോണ്ട് ഞാൻ ഏതെങ്കിലും പടം ചെയ്യുന്ന സമയത്ത് നീ ഉണ്ടാവും കേട്ടോ. ശ്വേതനും ഞാൻ പടത്തിനകത്ത് അങ്ങനെ വാക്ക് പാലിക്കാത്തതായിട്ട് വേറെ ഒരുപാട് പേരുണ്ടല്ലോ. ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞുതരാം ബ്രിട്ടാസ്, ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, അന്നത് ആദ്യത്തെ സിനിമയ്ക്കകത്ത് കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ഡിമാൻഡ് ചോദിച്ചുകൊണ്ട് വന്നത്. പിന്നീട് അതിനുശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി, കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളോടെല്ലാം അടുത്ത സിനിമയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളൊരു ഇത് എന്നെ കുറിച്ച് കേൾക്കാൻ സാധ്യമല്ല. കാരണം ഒന്നും പറഞ്ഞില്ലല്ലോ. കാണാൻ കൊള്ളാവുന്നെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്താണ്, സിനിമയ്ക്കകത്ത് എല്ലാവരും കാണാൻ കൊള്ളാവുന്നവരല്ലേ അതുകൊണ്ട് സിനിമയ്ക്കകത്ത് നമ്മൾ എല്ലാവരും കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ വിളിച്ചാൽ മാത്രമേ. ഞാൻ അടിവരയിട്ടിരുന്നില്ല, പക്ഷെ മേജർ കയറി അടിവരയിട്ടു. അതെന്തുകൊണ്ടൊന്നല്ല, സിനിമക്കാരെന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെ പറയുന്നില്ല. പക്ഷേ സാധാരണ സിനിമക്കാർക്കുള്ള ദൂഷ്യം താങ്കൾക്കില്ലെന്നാണോ? എന്താ അവർക്ക് ദൂഷ്യം? അല്ല നിങ്ങൾ പറഞ്ഞു വരുന്നതാണ്. ഞാൻ അങ്ങനെയല്ലാന്ന് പറഞ്ഞുകൊണ്ടാ. എന്താണ് സിനിമക്കാർക്ക് ദൂഷ്യം? എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞിടക്കേ. അത് ശരി, ഞാൻ അങ്ങനെയല്ലാതെ. ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു പട്ടാളക്കാരനാണ്. അതത്രേ. ബാക്കി സിനിമക്കാര് പട്ടാളക്കാരല്ല. പട്ടാളക്കാരല്ലോ. അതല്ലേ ലക്ഷ്മി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്റെ ഡിസിപ്ലിൻ, എന്റെ ടൈമിങ്സ് നമ്മളൊന്ന് ഒഴിച്ചു അതൊക്കെ വിട്ടേക്കാം. ഭയങ്കര പ്രശ്നമായിരിക്കും. പിന്നെ അപ്പൊ അതൊക്കെ പറഞ്ഞു JB ജംഗ്ഷൻ കഴിയുമ്പോഴത്തേക്ക് ഒരു 10 കോൺട്രവേഴ്സീസ് വേറെ. എന്തിനാണ് ഇപ്പൊ ഇതൊന്നും ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയെങ്കിലും സ്മൂത്തായിട്ട് അങ്ങ് പോവാം. സോ ഞാൻ അങ്ങനെയല്ല എന്നുള്ളത് മേജർ രവി പറഞ്ഞിട്ടില്ല. ഞാൻ കുറെ പട്ടാളക്കാരെയും വെച്ച് സിനിമ എടുക്കും. അതിനകത്ത് ചില ചെറിയ സ്ത്രീ കഥാപാത്രങ്ങളെന്നൊക്കെ ആയിട്ട് എൻ്റെ അടുത്തൊരു ത്രൂ ഔട്ട് ഒരു കഥാപാത്രമായിട്ട് ഞാനൊരു സിനിമ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ കഥകൾ മുഴുവൻ. ലക്ഷ്മി വളരെ സ്നേഹത്തോടെ മേജറെ 2 കാര്യം. ഒന്ന്, അവർക്ക് കൊടുത്ത കമ്മിറ്റ്മെന്റ്. 2ാം സിനിമയിൽ താങ്കളുടെ ആ ചിട്ട, ഡിസിപ്ലിൻ, ലോയൽറ്റി ഷീ അപ്രിഷിയേറ്റ്സ്. ഒരു കലാകാരി നിലയിൽ താങ്കളോടുള്ള ഒരു ആദരവ് ലൈറ്റർ മെയിലുള്ള കാര്യങ്ങൾക്ക് മാറ്റി വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടെ അഭിനയിച്ച നടന്മാർക്ക് ഇതുപോലെ ഒരു സംവിധായകരോട് ആദരവും ബഹുമാനവും 10-12 ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞിട്ട് നിലനിർത്താൻ കഴിയുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. താങ്കളുടെ ഏറ്റവും വലിയ സ്ഥിര നിക്ഷേപമാണ്. ഒരാളും കൂടെ വരട്ടെ, ഒരാളും കൂടെ വരാൻ വേണ്ടി ആരാന്ന് നോക്കട്ടെ, എനിക്കറിയില്ല. മേജർ രവി എന്ന് പറയുന്ന പട്ടാളക്കാരനും മേജർ രവി എന്ന സംവിധായകനും എന്നെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തില് ഒരു വിട്ടുനിൽക്കുന്നതാണെന്നാണ്. കാരണം പറഞ്ഞു കേട്ടിടത്തോളവും മനസ്സിലാക്കിയിടത്തോളവും അദ്ദേഹത്തിന്റെ പട്ടാള ജീവിതത്തില് ഈ പറയുന്ന വിട്ടുനിൽക്കൽ എന്ന് പറയാമല്ലോ, എന്താ പറയുന്നത്, ഒരു ഔട്ട്സ്റ്റാൻഡിങ് വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും എല്ലാമൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ സംവിധായകൻ എന്ന നിലയ്ക്ക് ഈ പറയുന്നത് പോലെ മറ്റ് ഞാൻ വളരെയധികം സംവിധായകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ വിട്ടുനിൽക്കുന്ന ഒരു പട്ടാള ചിട്ടയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള ഒരു സംവിധാന ശൈലിയായിരുന്നു അത്. വളരെ രസകരമായി തോന്നുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിക്കും കീർത്തി ചക്ര എന്ന സിനിമയില്
ഞാൻ ചെയ്യേണ്ടിരുന്ന വേഷം ബിജുമേനോൻ അഭിനയിച്ച കഥാപാത്രത്തിനായിട്ടാണ് എന്നെ വിളിച്ചത്. അതിന് ഞാൻ സിനിമയുടെ ഷൂട്ടിങ്ങിനടുത്ത് ഒരാഴ്ചക്ക് മുമ്പ് എന്നെ ഈ വേഷത്തിലേക്ക്, ഇപ്പൊ ഞാൻ അഭിനയിച്ച വേഷത്തിലേക്ക് എന്നെ മാറ്റിയത്. ഇത് പറഞ്ഞ ഒരു കൗതുകമുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. ഷമി പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. ബിജുമേനോന്റെ ക്യാരക്ടർ അല്ലായിരുന്നു അത്. ഷമിക്ക് അത് ഓർമ്മയില്ലാണ്ടായിരിക്കും അത്. ഇത് ആക്ച്വലി ഞാൻ ഈ 4 വർഷമായിട്ട് ഈ കഥ എഴുതിയ സമയത്തെല്ലാം എന്ന് വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ്, ഞാൻ ആ ക്യാരക്ടർ എഴുതിയത് ഹവൽദാർ മണി എന്നായിരുന്നു. കലാഭവൻ മണിക്ക് വേണ്ടിയിട്ട് എഴുതിയിരുന്ന ക്യാരക്ടറായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോയി. പക്ഷേ ഈ സമയത്തെല്ലാം എന്തോ കാരണം കൊണ്ട് ലാസ്റ്റ് മൂമെൻറ്റിലാണ് മണി എൻ്റെ ഫോൺ എടുക്കാതെയായി. ഈ സിനിമ സാധ്യമാകുമെന്ന് മണി വിചാരിച്ചില്ല. അത് ഞാൻ പിന്നെ പറയാം. മണി എന്നോട് പറഞ്ഞത് ഞാൻ പറയാൻ പറ്റില്ല. അങ്ങനെ മണിയായിട്ട് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്, ഈ ഒരു ക്യാരക്ടർ ഇനി ആര് ചെയ്യും. അപ്പോഴാണ് ഞാനിങ്ങനെ മദ്രാസിൽ ഫ്ലാറ്റോട്ടിന് കയറുന്നു. 2 ദിവസം മാത്രമേ ഉള്ളൂ എനിക്ക് പോകാൻ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഷമ്മി തിലകൻ എന്തോ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് എനിക്ക് ഷമ്മി തിലകൻ്റെ നമ്പർ വേണമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഷമ്മീനെ വിളിക്കുന്നത്. ഷമ്മി വിളിച്ച വഴിക്ക് ഷമ്മി പറഞ്ഞു ഓക്കെ ചേട്ടാ, ക്യാരക്ടർ ഒന്നും ചോദിച്ചു. ഞാൻ പറയും ഷമ്മി നല്ലൊരു ക്യാരക്ടറാണ് എൻ്റെ പടത്തിനകത്ത്, കാശ്മീരിലാണ് ഷൂട്ടിങ്, ഷമ്മി വരണമെന്നുള്ളത്. ഷമ്മി വന്നു. അത് സത്യം പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരാളെയും കിട്ടാതിരിക്കുന്ന സമയത്ത് മണി വന്നില്ല, ഫോൺ എടുക്കുന്നില്ല, എവിടെയും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പോയി. അങ്ങനെ ഷമ്മി ആ വേഷം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു. അപ്പം മറ്റേ ബിജുവിൻ്റെ ഇതല്ലായിരുന്നു. പിന്നീട് കലാഭവൻ മണി എന്ന് പറയുന്ന എൻ്റെ ഒരു സഹോദരതുല്യൻ, ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് അത്രയും നല്ല ബന്ധമുള്ളൊരു വ്യക്തിയാണ്. ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് ആരോ ടെലിഫോൺ ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു മണിയേട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ, ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു മണിക്ക് എന്നോട് സംസാരിക്കാൻ എന്തിനാണ്, ചോദിക്കണം, ഫോൺ കൊടുക്കാമെന്ന്. അപ്പം ഫോൺ കൊടുത്തപ്പം മണിയുടെ ആദ്യത്തെ വാക്ക് ഇതായിരുന്നു, ആ കാൽക്കൽ വീണ് ഞാൻ 1000 തവണ സാക്ഷാംഗം വീണുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ പറയും എന്തിനു മോനായെന്ന് വെച്ചു. ഞാൻ ചേട്ടാ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ ഞാൻ ഈ പടം കണ്ടു. എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിരുന്ന ക്യാരക്ടർ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ്. പക്ഷേ അതിന് ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഒന്ന് തുറന്നു പറയാൻ, ചേട്ടാ എനിക്ക് യോഗമില്ല. കാരണം ഞാനിവിടുന്ന് വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് എന്നെ ആൾക്കാർ പറഞ്ഞ് തിരിപ്പിച്ചു. ഈ കാശ്മീരിലൊക്കെ അന്ന് മണിയൊക്കെ നല്ല കത്തി നിൽക്കുന്ന സമയമാണ്. ഈ കാശ്മീരിലൊക്കെ പോയിട്ട് അത് ഈ പട്ടാളക്കാരൻ്റെ പടത്തിൽ അതിനകത്ത് എന്തുണ്ടാവും എന്നുള്ള എങ്ങനെ അറിയുന്നത്, നീ എന്തിനു വെറുതെ റിസ്ക് എടുത്തിട്ട് കാശ്മീരിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മണി പറഞ്ഞു എന്നെ ആൾക്കാർ ചേട്ടാ അങ്ങോട്ട് പിന്തിരിപ്പിച്ചു. ഈ കാരണം കൊണ്ടാണ് ഇനിയും ചേട്ടൻ എനിക്ക് ഇത് മനസ്സിൽ വെക്കാതെ എന്തെങ്കിലും ഒരു റോള് തരണം എന്ന് പറയും. ഞാൻ പറഞ്ഞു മണി ഇനി ഞാൻ റോള് തരുമെന്നല്ല പറയുന്നത്, ഇനി എനിക്ക് ഇതുപോലൊരു ക്യാരക്ടർ മണിക്ക് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ നിന്നെ വിളിക്കും, ചേട്ടൻ വിളിച്ചാൽ മതി, ഞാൻ ക്യാരക്ടർ പോലും ചോദിക്കില്ല എന്നുള്ളത്. നിർഭാഗ്യവശാൽ എനിക്ക് ഈ സിനിമ വരയ്ക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കാനും സാധിച്ചിട്ടില്ല. അതിന് മുന്നേ നമ്മളെ വിട്ടിട്ട് പോവുകയും ചെയ്തു. സോ ചില പെയിൻസ്, ചില വിങ്ങലുകൾ പലപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് കിടക്കും. അപ്പോൾ ഷമ്മിക്ക് ഈ ക്യാരക്ടർ കൊടുത്തത് എന്താണെന്നുള്ളത് ബിജുവിനോട് മാറ്റി. ബിജു നമ്മുടെ പടത്തിലുണ്ട്, ബിജു വേറെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഷമ്മി അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തതാണ്. അതുപോലെ ഒരു വിങ്ങലുമായിട്ട് കഴിയുന്ന ഒരാളുണ്ട്, അയാളെ കൊണ്ടുവരാൻ. രവി വളരെ ചെറുപ്പം മുതലേ എനിക്കറിയാം. എൻ്റെ അനിയനും രവി ഒരു ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. രവി പട്ടാളത്തിലായി, പട്ടാളക്കാരുടെ അങ്ങനെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ താല്പര്യമുള്ള ഒരു പട്ടാളക്കാരൻ എന്ന നിലയ്ക്ക് മാത്രമേ അറിയുമായിരുന്നു എനിക്ക് ആദ്യം. ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അവരുടെ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ പടിക്കൽ രവി നിൽക്കുന്നു. അദ്ദേഹം എന്നെ വിളിച്ചു, മാഷേ ഒരു തിരക്കഥ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് ഇംഗ്ലീഷിലാണ്, അതൊന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ? ഒരു 10 ദിവസം ലീവ് എടുത്ത് എവിടെയെങ്കിലും താമസിച്ച് സ്വസ്ഥമായിട്ടിരുന്ന് എഴുതണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അയ്യോ എനിക്ക് സൗകര്യം ഉണ്ടാവില്ലല്ലോ, ലീവ് എടുക്കാനൊക്കെ 10 ദിവസം ലീവ് എടുക്കാനൊക്കെ വിഷമമാണ്, അതുകൊണ്ട് അത് വിഷമമാണ് എന്ന് പറഞ്ഞ് ഞാനത് അദ്ദേഹത്തിൻ്റെ ആ ക്ഷണം നിരസിക്കുകയാണ് ചെയ്തത്. വളർന്നു വരുന്ന പ്രഗത്ഭനായ ഒരു സംവിധായകൻ തന്ന ഒരു ക്ഷണമാണ് ഞാൻ നിരസിച്ചത്. അതിലെനിക്ക് ഇപ്പോഴും പ്രയാസമുണ്ട്. രവി എന്ന് വിളിക്കുന്നത് എൻ്റെ അനിയൻ്റെ കൂടെ പഠിച്ചുകൊണ്ടാണ് കേട്ടോ. രവിക്ക് അതിൽ വിഷമമുണ്ടോ എന്ന് എനിക്കറിയില്ല, വിഷമം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ധാരണ. എതിരെ കണ്ട നിങ്ങൾ വേറെ പല ആൾക്കാരുടെ മനസ്സിലും വിങ്ങലിട്ടിരിക്കുകയാണ്. ഞാനിട്ടതല്ലല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ സ്വയം കൃതാർത്ഥം. കീർത്തിചക്രയുടെ തിരക്കഥ എനിക്ക് എന്നിൽ ഒരു സിനിമാക്കാരനെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിത് എൻ്റെ വളരെ ക്ലോസ് സുഹൃത്തുക്കൾ, 1 രഞ്ജിത്ത് ഡയറക്ടർ, 2 രഞ്ജി പണിക്കർ, 3 സിബി ഉദയൻ, ഈ 3 പേരുടെ അടുത്തും ഞാൻ ഈ കഥ എഴുതാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. രഞ്ജിത്ത് ഈ കഥ മുഴുവൻ അങ്ങ് കേട്ടിട്ട് പറഞ്ഞു, അദ്ദേഹം വേഗം വിളിച്ചിട്ട് ബോംബെയിൽ ആരെയും വിളിച്ചിട്ട് പറഞ്ഞു
നല്ലൊരു കഥയുണ്ട് ഹിന്ദിയിൽ ചെയ്യാൻ പറ്റുന്നത്. രഞ്ജിത്ത് പറഞ്ഞു ഇതിനകത്ത് ഞാനൊന്നും ചെയ്യാലടാ, ഞങ്ങൾ എടാപോടാന്ന് വിളിക്കുന്ന ഒരു ബന്ധമാണ് ഞങ്ങൾ ഈ ഞാനും രഞ്ജിത്തും രഞ്ജിപ്പണിക്കും. പിന്നെ ഞാൻ രഞ്ജിപ്പണിക്കരുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോഴും എനിക്ക് വിശ്വാസം ഞാൻ ഈ എഴുതിയത് തന്നെയാണോ കഥ എന്നുള്ളത് എനിക്കറിയില്ല. രഞ്ജിപ്പണിക്കർ ഫുൾ ഇരുന്നിട്ട് കേട്ടു, കഥയെല്ലാം കേട്ടിട്ട് എടാ ഇതിൽ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ അതിന് എൻ്റെ രീതിയിലൊരു ഡയലോഗ് ഡയലോഗിനുള്ള സ്കോപ്പില്ല, ഒന്നുമില്ല. ഇതിൽ നീ പറയുന്നത് തന്നെയാണ് ഡയലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു രഞ്ജി ഇത് തന്നെ മതിയോന്ന് വെച്ചു. മതിയെന്ന്. അത് കഴിഞ്ഞ് അവസാനം ഞാൻ സിബി ഉദയൻ കൂട്ടുകാരാണ്, അവരെ വിളിച്ചിരുത്തി കഥ കേൾപ്പിച്ചപ്പം എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടാ ലാസ്റ്റ് 40 മിനിറ്റ് എന്ന് പറയുന്നത് ചേട്ടൻ എന്താ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ റേപ്പ് ഞങ്ങൾ എന്താ എഴുതുക, റേപ്പ് എന്താണ് ചെയ്യേണ്ടത്, ഇത് ചേട്ടാ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്ന്. അങ്ങനെ ഞാൻ ഇവരെ വിട്ടു. ഇതെല്ലാം സിനിമ കഴിഞ്ഞ് ഇന്നിപ്പോൾ രഞ്ജിത്തിൻ്റെ അടുത്ത് എനിക്ക് ഏറ്റവും അധികം കടപ്പാട്, ഞാൻ എൻ്റെ എല്ലാ സിനിമയിലും അദ്ദേഹത്തിൻ്റെ വോയിസൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് ഈ കഥ കേട്ട സമയത്ത് രഞ്ജിത്തിൻ്റെ അടുത്ത് ആരോ ഒരു ഹിന്ദി പടം ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് ആ പ്രൊഡ്യൂസറിൻ്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിട്ടു. എത്ര സിനിമക്കാരത് ചെയ്യും? ഞാനൊരു സിനിമ ചെയ്തിട്ട് പോലുമില്ല. രഞ്ജിത്ത് എന്നെ ബോംബെക്ക് പറഞ്ഞു വിട്ടു ഇത് ഹിന്ദിയിൽ ചെയ്യുമെന്നും പറഞ്ഞിട്ട്. അത് നടന്നില്ല. അതെല്ലാം ഓരോ നിമിത്തമാണത്. രഞ്ജി പണിക്കർ എൻ്റെ അടുത്ത് ഇതിനകത്ത് ഒന്നുമില്ല, നീ ഞാൻ പറഞ്ഞു തന്നെയാണ്, അത് അതുപോലെ അങ്ങ് എഴുതിയിട്ടുള്ളത് അതുപോലെ അങ്ങ് സിനിമ ചെയ്തേക്കുന്നത്. അതുപോലെ ഒരാൾ തന്നെയാണ് ഈ മാഷും. ഇപ്പം അവരൊന്നും ഒരിക്കലും മാഷ് മിസ്സാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു മാഷ് നമുക്കൊന്നും ഒരു 10 ദിവസം പോയിരുന്നാൽ അവർക്ക് മലയാളം പിന്നെ ബ്രിട്ടാസിന് വേറൊന്നറിയോ, ഞാൻ 3 ലാംഗ്വേജിലും അഗ്രഗണ്യനാണ്. കാരണം മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഈ 3 ലാംഗ്വേജാണ് ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റ സബ്ജക്റ്റ്. അപ്പോൾ എനിക്ക് മലയാളത്തിലും എനിക്കറിയില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ ജയിച്ച ചില സബ്ജക്ട്സ് വേറെ ഉണ്ട്, ജയിച്ച് 3 മാത്സും സയൻസും സോഷ്യൽ സ്റ്റഡീസും അത് പാസ്സായിട്ടുണ്ട്. പക്ഷേ ഈ 3 ലാംഗ്വേജും ഞാൻ തോറ്റിട്ടുള്ളതാണ്. അപ്പം ഇന്നിപ്പം ഞാൻ ഡയലോഗ് എഴുതുന്ന എൻ്റെ എല്ലാ സിനിമകളിലും ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്. ഇതെല്ലാം ദൈവാനുഗ്രഹിച്ച് എൻ്റെ ഹാർഡ് വർക്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ലാംഗ്വേജിൻ്റെ ഇതാണ്. പക്ഷേ എനിക്ക് മലയാളത്തിൽ ഞാൻ ഇപ്പോഴും ഐ എം നോട്ട് കംഫർട്ടബിൾ അല്ല. സിനിമയ്ക്ക് വേണ്ടതായിട്ടുള്ള ഡയലോഗുകൾ എന്നിൽ നിന്ന് ആ പഞ്ച് അത് ഞാൻ കണ്ടിട്ടുള്ള രഞ്ജിത്തിൻ്റെ അടുത്തുണ്ട്, രഞ്ജിത്ത് പണിക്കരുടെ അടുത്തുണ്ട്. ഇങ്ങനെയുള്ളവർ അവരെയൊക്കെ ഞാൻ ഇന്ന് അതുകൊണ്ടാണ് രഞ്ജിത്തിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും കൊടുത്തയക്കും. എൻ്റെ സിനിമ കഴിയാറാകുമ്പോൾ വോയിസ് ഓവറിന് എടാ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, എന്നിട്ട് അവൻ അവിടെ നിന്നിരിക്കുക നിനക്കിത് സിറ്റുവേഷൻ എഴുതിയിട്ട് ഇങ്ങോട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ വോയിസ് ഓവർ ഇരുന്ന് അറിയിക്കുക. അങ്ങനെ കുറേ പേരെ വിളിച്ചാലും എന്തായാലും സാധനം വരും. കാരണം എനിക്ക് അവരുടെ ലാംഗ്വേജിൽ അതിൽ കീർത്തി ചക്രവർത്തി ആ ഫസ്റ്റ് ഡയലോഗ് വോയിസ് ഓവർ ഭാരത മാതാവിൻ്റെ തിരുനെറ്റിയിലെ സിന്ദൂരക്കുറിയായ കാശ്മീർ രഞ്ജിത്തിൻ്റെ വരിയാണത്. ഞാൻ വെറുതെ ഇങ്ങനെ ഒരു സാധനം എഴുതി അയച്ചു, അതിനെ അവനങ്ങ് മോഡിഫൈ ചെയ്തിട്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സുഖമുണ്ട്. ബാക്കിയുള്ള ഇപ്പോൾ ഡയലോഗ് ശ്വേതാമനോട് പറയുന്നു അതൊക്കെ ഓക്കെ, സിറ്റുവേഷൻസ് സീൻസും താങ്കൾക്ക് അറിയാം. പക്ഷേ ഇങ്ങനെയുള്ള മലയാളത്തിൻ്റെ സമൃദ്ധമായ ഭാഷ അത് കുറച്ച് കുറവുന്നില്ല, വരുന്നുണ്ട്. പക്ഷേ ഐ സ്റ്റിൽ ഫീൽ ദേ ആർ ബെറ്റർ എന്നുണ്ട്. നമ്മളെക്കാരെ നന്നായി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ട്. ഒരു പക്ഷേ താങ്കളുടെ തിരക്കഥയുടെ ആ ഒരു ശക്തിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ വരുന്നു. ഹലോ രവിയേട്ടാ, ഞാൻ രവിയേട്ടൻ്റെ കൂടെ സ്ക്രിപ്റ്റിൽ എഴുത്തിൽ കൂടുന്നത് കീർത്തിചക്ര തൊട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു രീതി, ഒരു പട്ടാള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാൾ 2 രീതിയിലുള്ള കലഹവും സ്നേഹവും ഒരുപോലെ വെച്ചു പുലർത്തുന്ന, കലഹിക്കുന്നത് എപ്പോഴും നന്മയ്ക്ക് വേണ്ടി കലഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കീർത്തിചക്ര സമയത്ത് അസിസ്റ്റൻറ്റുകൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ വിളിക്കുന്ന ചീത്ത ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ ആയിരുന്നു. ചിലരൊക്കെ അവിടെ ഇരുന്ന് തന്നെ ഒരു പ്രതികരണവുമില്ലാതെ ഇത് കേട്ടോണ്ടിരിക്കും. രാത്രി പോയിട്ട് റൂമിൽ പോയിട്ട് ഡിക്ഷണറി എടുത്തു വെച്ചിട്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്ക്രിപ്റ്റിലായാലും മറ്റേത് കാര്യത്തിന് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിനാണെങ്കിൽ പോലും ഈ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും കലഹിക്കാറുണ്ട്. പിന്നെ അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, രവിയേട്ടനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് പറയുന്നത്, പട്ടാള ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും രണ്ടും 2 ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ഈ 2 ലക്ഷ്യങ്ങളെ കൂടെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് രവിയേട്ടന് പറയാൻ പറ്റുന്നത്? മേജറിന് ഈ കരച്ചെന്നുള്ളത് ഒരു കൂടപ്പുറപ്പായിരിക്കുകയാണല്ലേ? I'm a sentimental guy, Britas. I'm basically a soft guy. ഒരു വികാര ജീവിയാണ് താങ്കൾ. പക്ഷേ ഈ സോഫ്റ്റ്നെസ് കാണാതിരിക്കാൻ ആൾക്കാർ നോക്കുന്ന സമയത്ത് ഞാനൊരു ടഫ് ലുക്കുണ്ട്. അത് നമ്മുടെ ഹൃദയം, എനിക്ക് പാവങ്ങളെ കണ്ടാൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഹൃദയം അരിഞ്ഞു പോകും, അലിയും. ബിക്കോസ് ഐ കാൺ സീ ഇൻജസ്റ്റിസ് ടു എനിബഡി. അതാണ് ചില സമയത്തൊക്കെ ഞാൻ വയലൻ്റ് ആവുന്നത്.
ഇപ്പോൾ ഒരുത്തിന് സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് വിചാരിച്ച് ജംഗ്ഷനിൽ വൈറ്റില ജംഗ്ഷൻ നിൽക്കുന്ന പിച്ചക്കാർക്ക് ഞാൻ 5 പൈസ കൊടുക്കില്ല. കാരണം അത് കച്ചവടമാണത്. നേരെ വെച്ച് പാവപ്പെട്ട ഒരു വ്യക്തി ഒരു മരത്തിൻ്റെ താഴത്ത് കിടക്കുകയാണെങ്കിൽ മേജർ ഇവിടെ കണ്ണവിടെ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ വണ്ടി നിർത്തിയിരിക്കും. ഹെൽപ്പ്. സോ വാട്ട് ഹീസ് ആസ്കിങ് ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഇവൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് വാണ്ട് ടു സേ ദാറ്റ്, ബട്ട് കീർത്തി ചക്രവർത്തി എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ അവനെ ശകാരിക്കാറുണ്ട്. പല കാര്യങ്ങളും എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് 4.5 വർഷം എൻ്റെ കമാൻഡോ ജീവിതത്തിനകത്ത് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഇത്രയും ഓപ്പറേഷൻസ് നിങ്ങൾ കേൾക്കുന്നുണ്ട്, അവിടെ മരിച്ചു ഇവിടെ മരിച്ചു എന്ന്. എൻ്റെ 30 പേരിൽ ഇന്ന് ആ 30 പേരും 4.5 വർഷത്തിനകത്ത് ഇഷ്ടംപോലെ ഓപ്പറേഷൻസ്, ഇന്നത്തെ പോലെയല്ല ആഴ്ചയ്ക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഞാനെന്ന കമാൻഡോ, എൻ്റെ ഒരു വ്യക്തിക്ക് പോലും 30 കമാൻഡോ ബഡ്ഡീസിൽ ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. വരട്ടെ, നോക്കട്ടെ. നമസ്കാരം സാർ. എൻ്റെ ആർമി ലൈഫിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ 22 കമ്പനി കമാൻഡറുടെ കീഴിൽ ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മേജർ രവി സാഹിബിനെ പോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളിൻ്റെ കീഴിൽ സർവീസ് ചെയ്യാൻ കഴിഞ്ഞത് ഒരുപക്ഷെ എൻ്റെ തന്നെ ആർമി ലൈഫിൽ ഒരു വലിയ മുതൽക്കൂട്ടായി ഞാൻ കണക്കാക്കുന്നു. കാരണം അദ്ദേഹം വന്നിട്ട് ഒരു ലീഡർ എന്നുള്ള ലെവൽ ജവാനെ മുമ്പോട്ട് നിന്ന് നയിക്കുകയും മാത്രമല്ല ഒരു ജവാൻ ചെയ്യുന്നതിനേക്കാളപ്പുറം ഒരു ഓപ്പറേഷനിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് അതിന് കൂടെ ഉണ്ടായിരുന്ന ട്രൂപ്സിന് യാതൊരു പരുക്കും ഏൽക്കാതെ ലെവലിൽ ആ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ മേജർ സാഹിബിനെ പോലെ വേറൊരു വ്യക്തിയെ ഞാൻ എൻ്റെ ആർമി ലൈഫിൽ കണ്ടിട്ടില്ലെന്ന് വേണം എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. സാർ, ഞാനിനി ഒരു ചോദ്യം സാറിനോട് ചോദിക്കുകയാണ്. ഇത്രയും കാലം സാർ ആർമിയിൽ സർവീസ് ചെയ്തതിന് ശേഷം കുറേ കാലം സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്തു. പക്ഷേ രണ്ടാമതൊരു ആർമി ജീവിതം ഇനി ഉണ്ടായാൽ കേണൽ ദത്ത സാഹിബ് പോലെ ഒരു കമാൻഡിങ് ഓഫീസർ നയിക്കുന്ന ബറ്റാലിയനിൽ ഞങ്ങളെപ്പോലെ പണ്ട് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത കമാൻഡോസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാർ താല്പര്യപ്പെടുന്നു? താങ്കളുടെ മനസ്സിൽ വന്ന കാര്യങ്ങളാണ് ഞാൻ വെരി നൈസ്. വൈ? ബിക്കോസ് ഹീ ഈസ് മൈ ബഡ്ഡി പേർ. ഞങ്ങൾക്ക് കമാൻഡോസിൽ ഒരു ബഡ്ഡിയുണ്ട്. എൻ്റെ 4 വർഷത്തെ ബഡ്ഡി പേരാണ് ഈ അനിൽ എന്ന് പറയുന്നത്. അവനിപ്പോൾ ഓണററി ക്യാപ്റ്റനായിട്ട് റിട്ടയർ ആയിരിക്കുന്നു. എൻ്റെ കരാട്ടെ ഇൻസ്ട്രക്ടർ എല്ലാം ആയിരുന്നത്. അവൻ്റെ ഹവൽദാറായിരുന്നു അന്ന്. അപ്പോൾ ഇവർക്ക് അവരുടെ വാക്കിൽ നിന്ന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും അവർ പറയും, സാർ ഞങ്ങൾ മുന്നേ പോകാമെന്ന് പറയുന്ന സമയത്ത് പോലും ഞാൻ പറയും അത് ഞാൻ ചത്തിട്ട് മതി എന്ന് പറയും. ഞങ്ങൾ കൂളായിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. മേജർ, നിങ്ങൾക്ക് ചാകാൻ പേടിയുണ്ടായിരുന്നില്ലേ? എനിക്കില്ല, സത്യമായിട്ടും എനിക്കില്ല. കാരണം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ഒരു ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം നമ്മളെ സൃഷ്ടിച്ചിട്ട് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഓൾറെഡി തീരുമാനമായിട്ട് നമ്മൾ എത്ര ദിവസം ജീവിക്കും. ഓപ്പറേഷന് പോകുമ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം എൻ്റെ ഈ അനിലിനടക്കം ചോദിച്ചു നോക്കുന്നു. ഞാൻ ബ്രീഫ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ വട്ടത്തിലങ്ങ് ബ്രീഫ് ചെയ്യും. ഫൈനലി എൻകൗണ്ടറിന് പോകുന്ന സമയത്ത് ഞാൻ പറയും, ടേക്ക് ഔട്ട് ഫ്രം യുവർ മൈൻഡ്. താങ്കൾ ഒരു ഓപ്പറേഷൻ പുതാൻ പറഞ്ഞാൽ ശിവരസന്റെ സ്റ്റോം ചെയ്യുന്ന ബാംഗ്ലൂർ ആയിരുന്നില്ലേ? അതെ, സ്റ്റോം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ തിരിച്ച് അറ്റാക്ക് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ പല ഓപ്പറേഷൻസ് തിരിച്ചുണ്ടായേക്കാം. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കാശ്മീരിലൊക്കെ തിരിച്ച് വെടിവെപ്പ് ഉണ്ടാകും. അങ്ങനെ ഒരു സമയത്ത് താങ്കളുടെ മൂവ്മെന്റ്സ് എങ്ങനെയാണ്? ആദ്യം നിങ്ങൾ ആ ഗ്യാങ്, നിങ്ങൾ ഒരുമിച്ചുള്ള ആ ട്രൂപ്പ്, അവരെ ഞങ്ങൾ ഗ്യാദർ. ഇപ്പം എൻ്റെ ടീം എന്ന് പറയുന്നത് ഫൈനൽ ഓപ്പറേഷൻ ഞങ്ങൾ കയറുന്നത് ഒരു എൻട്രി കൂടെ 6+1 എന്നുള്ളതാണ്. 3 ബഡി പേഴ്സ്, ഈ 2 പേര്, ഒരു എഞ്ചിനീയർ ഗായ് എന്ന് പറഞ്ഞിട്ട് ആ ആളാണ് ഈ ആദ്യം പോയിട്ട് വാതിലിൻ്റെ മുകളിൽ ബ്ലാസ്റ്റ് സെറ്റ് ചെയ്ത് വാതിൽ ബ്ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പം വെടിവെച്ചിട്ടല്ല വാതിൽ ബ്ലാസ്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു ഫ്രെയിം ചാർജ് വെക്കും. അത് കഴിഞ്ഞിട്ട് ആ ആൾ മാറി പിറകിലോട്ട് മാറി നിൽക്കും. ഇയാളുടെ കയ്യിലൊരു വയറുണ്ടായിരിക്കും. ആ വയറിൻ്റെ മുകളിൽ ബാറ്ററി ഇങ്ങനെ ടച്ച് ചെയ്താൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പറയും വയർലെസ് എടുത്ത്. അപ്പോൾ പിറകിലത്തെ വാതിലുള്ള ആൾക്കും നമ്മൾ വയർലെസ്സിൽ കൂടെയാണ് പറയുന്നത്. ഇത് വളരെ സ്ലോ ആയിട്ടാണ് പറയുന്നത്, ആർക്കും കേൾക്കാൻ പറ്റില്ല അകത്തിരിക്കുന്നത്. അപ്പം അത് സ്റ്റാൻഡ് ബൈ ഗോ എന്നുള്ള ഈ സ്റ്റാൻഡ് ബൈ ഗോ എന്ന് പറയുന്ന സമയത്ത് മറ്റവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മൂന്നാമത്തേത് അവൻ ബാറ്ററി ടച്ച് ചെയ്യും. ഈ ടച്ച് ചെയ്യുന്ന സമയത്താണ് എൻ്റെ തൊട്ടടുത്തുള്ള ഈ വാതിൽ ബ്ലാസ്റ്റായിട്ട് ഫുള്ളായിട്ട് പുറത്തേക്ക് വരുന്നത്. അത് ഫുൾ പൊടിയും ഫയറും എല്ലാം കൂടെ വരുന്ന സമയത്ത് ഈ ഫയറിനോട് അകത്താണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. ഇല്ല, ഉള്ളിലുള്ളവരാകെ ഒരു വാതിലിനകത്ത് ഈ സ്റ്റണ്ണിങ് സൗണ്ട് വരുന്ന സമയത്ത് നമ്മുടെ കാത് മരവിച്ചു, ശരീരവും മരവിച്ചു. ഈ കിട്ടുന്ന ഒരു 1, 2, 3 സെക്കൻഡ് ഉണ്ട്. ഈ സമയത്ത് നമുക്ക് അവരുടെ കഴുത്തിലേക്ക് എത്താൻ സാധിക്കും, അല്ലെങ്കിൽ അവനെ പോയിന്റ് ചെയ്തിട്ട് വെടിവെക്കാൻ സാധിക്കും. നേരെ മറിച്ച് ഈ ഫയർ സെറ്റിൽ ചെയ്യാൻ വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞാൽ അവനും സമയം കിട്ടി ചിന്തിക്കാൻ, സുബോധത്തിലേക്ക് വരാൻ. അതില്ലാതെയാണ് നമ്മൾ ഈ ഫയറെ കൂടെ അങ്ങ് കയറി ചെല്ലുന്നത്. ശിവരസന്റെ പക്ഷേ
തിരിച്ചിങ്ങോട്ടും അറ്റാക്ക് ഉണ്ടായില്ല, ഇതേ ഓപ്പറേഷൻ തന്നെ. ഇതേ ഓപ്പറേഷൻ ബിക്കോസ് നമുക്കറിയില്ല അതിനകത്തുനിന്ന് വെടി വരുമോ ഇല്ല എന്നുള്ളത്. വി ഓൾവേസ് പ്രിപ്പയർ ഫോർ എ കൗണ്ടർ അറ്റാക്ക്. അതിനകത്ത് എന്ത് തന്നെ ആയാലും ശരി, വി ഷുഡ് മൂവ് ലൈക്ക് ദാറ്റ്. ആ ഡ്രില്ലിനകത്ത് യാതൊരു വ്യത്യാസവും. ഒരാളെ ജീവനോടെ പിടിക്കണമെന്ന് ഒരു ഓപ്പറേഷൻ, അതാണ് ഏറ്റവും വലിയ ഡിഫിക്കൽട്ട്. ഈ ജീവനോടെ പിടിക്കുക എന്ന് പറയുന്നതാണ് ശിവരാസൻ ഓപ്പറേഷനിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് ടാസ്ക്. ഒന്നാമത്തത്, അവൻ്റെ കഴുത്തിനകത്ത് സയനൈഡുണ്ട്. ഈ സയനൈഡും അവൻ്റെ ചുണ്ടും വായും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹാർഡ്ലി 3 ഇഞ്ചസ് ആണ്. ഈ 3 ഇഞ്ചിലോട്ട് ഇതിന് ട്രാവൽ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ഫ്രാക്ഷൻസ് ഹൺഡ്രഡ്സ് ഓഫ് സെക്കൻഡ്സ് ആണ്. ഇതിന് മുന്നേ നമ്മൾ കയറി ഇവൻ്റെ കയറ്റിൽ പിടിക്കണം, വാലും പൊട്ടിക്കണം, ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് അവിടെ എത്തണം. ഇത് കഴിഞ്ഞാലും ഞങ്ങളെല്ലാവരും വിചാരിക്കും സയനൈഡ് വായിൽ തൊട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ മരിച്ചു പോകുന്നുള്ളത്. ഇല്ല, ഇറ്റ് ടേക്സ് അബൌട്ട് 45 odd seconds, 45 to 50 സെക്കൻഡ് വരയ്ക്ക് നമുക്ക് ആൻറ്റിഡോട്ട് കുത്തിവെക്കാൻ സാധിച്ചാൽ വി ക്യാൻ റിക്കവർ ഇം ബാക്ക്. ഞങ്ങളങ്ങനെ റിക്കവർ ചെയ്തിട്ടുണ്ട് ആൾക്കാരെ. ഇത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഈ ആൻറ്റിഡോട്ട് കുത്തിവെച്ച് ഓക്സിജൻ മാസ്കിൽ വെച്ചിട്ട് അടിച്ച് കറക്റ്റ് സമയത്ത് ഇതെല്ലാം ചെയ്താൽ വി ക്യാൻ റിക്കവർ ഇം. പക്ഷേ 45 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ബ്രെയിൻ ഡെഡ് ആവും. ഇത് കയറിക്കഴിഞ്ഞാൽ ഈ നാക്കിനടിയിൽ വെച്ചിട്ടാണ് ഇത് പൊട്ടിക്കുന്നത്. പൊട്ടിക്കുമ്പോൾ ഈ നാക്കിൻ്റെ അടിയിലാണ് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ. ഇതിലാണ് പെട്ടെന്ന് ബ്രെയിനിലോട്ടാണ് പോകുന്നത്. ബ്രെയിൻ ഡെഡായി. പിന്നെ ശരീരത്തിലോട്ട് വരുമ്പോഴത്തേക്കും ഈ 45 to 50 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ഹീസ് ഫിനിഷ്. മേജറെ, ഈ നമ്മുടെ തോക്കിൽ നിന്ന് ഈ പൊടികൊണ്ട കയറി ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കി കഴിയുമ്പോൾ പല വികാരങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വരില്ലേ? There is no വികാരം, there is no place for that, ബ്രിട്ടാസ്. കാരണം ബ്രിട്ടാസിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ശത്രുവല്ല, ഞാൻ ഇവനെ ഇന്നവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ കമാൻഡോ ബഡീസ് ആരും ഇവനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങളെപ്പോഴുള്ള ഇന്ത്യയുടെ പൗരന്മാർ അല്ലെങ്കിൽ ഗവൺമെൻറ് തീരുമാനിച്ച് സ്റ്റാമ്പ് അടിച്ചിട്ടുള്ളവരാണ് നമ്മുടെ അടുത്ത് റെയ്ഡ് ചെയ്യാൻ പറയുന്നത്, അല്ലേ? അല്ലാതെ ഏതെങ്കിലും ഒരു നിരപരാധി പോയി കൊല്ലാനല്ല പറയുന്നത്. പക്ഷേ ഒരു ഓപ്പറേഷനിൽ പലപ്പോഴും നിരപരാധികൾ കൊല്ലപ്പെടില്ലേ? അങ്ങനെയുള്ളൊരു ഓപ്പറേഷൻ ഞങ്ങൾ ഇന്നവരെ ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്കെല്ലാം ടാർഗറ്റഡ് ആയിരിക്കും. ഓക്കെ. ഇപ്പം കാശ്മീരിലാണെങ്കിലും കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇന്ന് വീട്ടിൽ ആളുണ്ട്, ഹിഫ്സുൽ മുജാഹിദീൻ അല്ലെങ്കിൽ മറ്റതാണ്. അവരൊക്കെ പിന്നെ അവരുടെ കവറായിട്ട് പിന്നെ ഒരു പ്രതിരോധത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ചെയ്യാറുണ്ട്. ഈ സമയത്താണ് നിങ്ങൾ കേൾക്കുന്ന പട്ടാളക്കാർ റേപ്പ് ചെയ്തു, പട്ടാളക്കാർ അത് ചെയ്തു, ഇത് ചെയ്തു എന്നുള്ള ഇതെല്ലാം ഒരു ഗിമിക്സ് ആണ്. മുന്നിൽ സ്ത്രീകളെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫയർ ചെയ്യാൻ പറ്റില്ല. കുട്ടികളെ നിർത്തും, ഫയർ ചെയ്യാൻ പറ്റില്ല. ഈ സമയത്ത് അവർക്ക് ഇങ്ങോട്ടും ഫയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് നിങ്ങൾ ചെയ്യും? ഈ സമയത്താണ് നമ്മൾ വി ഷുഡ് ഓൾവേസ് ഡു ദ ഓപ്പറേഷൻ കോവർട്ട്ലി. ഒരിക്കലും ഞങ്ങൾ മുന്നിൽ പോയിട്ട് സൗണ്ട് അതല്ല, കീർത്തിചക്രയ്ക്കകത്ത് കാണിച്ചിരിക്കുന്ന ഒരു ഓപ്പറേഷൻ അത് റിയലായിട്ട് നടന്നിട്ടുള്ളതാണ്. ആ മോസ്കിൻ്റെ മൈക്ക് കട്ട് ചെയ്ത് കളയുന്നു. മോഹൻലാലും മറ്റവരും കൂടെ ഓപ്പറേഷന് പോകുന്ന സമയത്ത് ആദ്യം ബഡ്ഡി പേരനെ നോക്കി, അവൻ ആ മൈക്ക് നോക്കി, അവൻ പോയിട്ട് മൈക്ക് കട്ട് ചെയ്ത് കളഞ്ഞു. ഈ സമയത്തും അകത്തിരിക്കുന്ന മുല്ലാക്കയ്ക്ക് അറിയില്ല. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കാശ്മീരിൽ നമ്മളൊരു സൈഡിൽ ഓപ്പറേഷൻ പോയി കഴിഞ്ഞാൽ ആ മിലിറ്റൻസിൻ്റെ ഏരിയ ആണെങ്കിൽ ഈവൻ അവർ പള്ളിയടക്കം കൺട്രോൾ ചെയ്യും. ഈ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഓപ്പറേഷൻ നടന്നാൽ പെട്ടെന്ന് പള്ളിക്കകത്ത് അനൗൺസായി. ഇത് ഫുൾ ലൗഡ് സ്പീക്കറിൽ കംപ്ലീറ്റ് ഏരിയ അറിഞ്ഞ് ഈ ആൾ മുഴുവൻ ഇങ്ങ് വന്ന് കയറിക്കഴിഞ്ഞാൽ മോബാണ്. ഈ മോബിനകത്ത് നമുക്ക് പിന്നെ ഫയർ ചെയ്യാൻ പറ്റില്ല. ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പലപ്പോഴും അവർ ആക്രമിക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തിരുന്ന ഓപ്പറേഷൻ അവർ പോലും അറിയാതെ ഞങ്ങൾ അവരുടെ വീട്ടിനകത്ത് കയറി കൂളായിട്ട് ഇവരെ പിടിച്ചുകൊണ്ട് പോരും. ഈ സമയത്ത് നമ്മൾ പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഉള്ള ലേഡീസിനെ എല്ലാം അത്രയും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ത്രട്ടൻ ചെയ്തിട്ടാണ്. നിങ്ങൾ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കൊണ്ടുപോകുന്നവരെ തട്ടിക്കളയുന്നത്. സം ഡിറ്ററൻസ് ഹാസ് ടു ബി ദർ. പക്ഷേ എങ്കിലും പട്ടാളക്കാർ മനുഷ്യന്മാരാണ്, ചില വീഴ്ചകളൊക്കെ വരാറില്ലേ? വീഴ്ചകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, പട്ടാളത്തിൽ നിങ്ങൾ റേപ്പിനെ കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിനപ്പുറത്തുള്ളൊരു കാര്യം നിങ്ങൾ കേൾക്കുന്നില്ല. ഈ പട്ടാളക്കാരനെ പിടിച്ചു കഴിഞ്ഞാൽ, അവനതിനെ അക്യൂസ് ആയിക്കഴിഞ്ഞാൽ 90 ദിവസമാണ് മാക്സിമം ഒരു കേസിൻ്റെ വിധി പറയാൻ. ഈ വിധി പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം പനിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും സ്ത്രീകളോട് അട്രോസിറ്റി കാണിച്ചിട്ടുണ്ടെങ്കിൽ 14 കൊല്ലത്തെ റിഗ്രസ് ഇംപ്രസ്മെൻ്റാണ് പട്ടാള കോടതി വിധിക്കുന്നത്. ഇതാരും കാണുന്നില്ല. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് മുഴുവൻ പട്ടാളക്കാരൻ റേപ്പിസ്റ്റ് അല്ലാതിരിക്കുന്നത്. കാരണം പനിഷ്മെൻറ്റ് അത്രയും സീവിയറാണ്. 1-2 വ്യക്തികൾ അവരെന്താ തമ്മിൽ സബോർഡിനേറ്റിനെ വെടിവെച്ചുകൊള്ളു. തിരിച്ചു പോകുന്നതിനെ കുറിച്ച് താങ്കളുടെ ബഡ്ഡി ചോദിച്ചു? യെസ്, ചോദിച്ചു. ഞാൻ ഇപ്പോഴും ഇതുപോലുള്ള ബഡ്ഡീസ് എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ എന്തിന് തിരിച്ചു പോകുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ് നമ്മുടെ LDF ഭരിച്ച സമയത്ത് മറ്റേ കോടിയേരി ബാലകൃഷ്ണൻ സാറ് ഹോം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കൂടെ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് റേസ് ചെയ്തിട്ടുള്ളൊരു ഫോഴ്സ് ഉണ്ട് ഇവിടെ, ഒരു കേരള പോലീസിൻ്റെ കമാൻഡോ ഫോഴ്സ്. അവർക്ക് ഈ ഓപ്പറേഷൻസ് മുഴുവൻ ഞാൻ ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് വന്ന ഗവൺമെൻറ്റിൽ നിന്ന് എന്നെ ആരും വിളിച്ചിട്ടില്ല, ആരും ചെയ്തിട്ടില്ല. ഭാഗമാകാൻ തയ്യാറാണ്. ഞാൻ ഇപ്പോഴും ഗവൺമെൻറ് അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്
ലെറ്റ് us റിവൈവ്. ഒരു ഓപ്പറേഷൻ നടത്താൻ കൈ ധരിക്കുന്നുണ്ട് ധരിക്കുന്നുണ്ട്. ഉണ്ട്. ഇതുപോലുള്ള ആളുകൾ ഞങ്ങൾ ഫ്രീ സർവീസ് ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ ബഡീസ് കേരളത്തിലുള്ളവർ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്നോടുള്ള ആദരവ് കൊണ്ട് അവരെന്തും ചെയ്യും. അവർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവരും എന്നെ പോലെ രാജ്യത്തിന് വേണ്ടി ഇന്നും ജീവൻ കൊടുക്കാൻ ഒരിക്കൽ യൂണിഫോം ഇടാൻ വേണ്ടി ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ I'll go. I'll go. അന്ന് ചെയ്ത് കഴിഞ്ഞ് യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ താങ്കൾ ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം എന്താണ് മുമ്പ് ചെയ്തത്? മുമ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തത് അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല. അന്നത്തെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് രാജ്യദ്രോഹികളെയാണ് നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്നത്. അത് എന്തോ ഒരു പവർ കൊണ്ട്, അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്, അനിലിനെ പോലുള്ള ഇവരെല്ലാം 30 പേരും ഇന്ന് ജീവനോടെ ഇരിപ്പുണ്ട്. അതെനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം. ആസ് എ കമാൻഡർ എൻ്റെ ആർക്കെങ്കിലും ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ ദുഃഖം നമ്മുടെ മനസ്സിലാവും. ഞാൻ ഒരു രംഗം കാണിച്ചത് താങ്കളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പടത്തിലെ ഒരു രംഗമാണിത്. ഇതിൽ താങ്കളുടെ വേറൊരു പേഴ്സണാലിറ്റിയുടെ ഒരു ട്രേറ്റ് കൂടി വ്യക്തമായി. എന്താ കാരണം വെച്ചാൽ ഒരുപക്ഷെ പൊതുവായി സ്വീകരിക്കപ്പെടുന്ന ഒരു നിലപാട് പാകിസ്ഥാൻ എന്ന് പറയുന്നത് വളരെ പൈശാചികമാണ്, നമ്മുടെ ശത്രുക്കളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തീം, ഒരു മാനവികതയുടെ ഒരു തീം താങ്കൾ എടുത്തു. ഇസ് അൺബിക്കമിങ് ഓഫ് മേജർ രവി. മേജർ രവി ഇറ്റ്സ് മേജർ രവി. യെസ്. കാരണം പക്ഷെ താങ്കളെ കാണുന്ന ഒരാളല്ല ഈ സിനിമയിലെ താങ്കളുടെ ആ രംഗം. കാരണം താങ്കൾ സംസാരിക്കുമ്പോഴൊക്കെ തകർക്കണവന്മാരെന്നൊക്കെ പറയും. ഉണ്ട്. ഇവിടെയാണ് ബ്രിട്ടാസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് ഏതെങ്കിലും കാസ്റ്റ്, ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റി, ഇപ്പം പലരും പറയുന്നത് ഞാൻ ഹിന്ദു തീവ്രവാദി എന്നുള്ളതെല്ലാം പറയുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും സിനിമയ്ക്കകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിനകത്തു നിന്നുകൊണ്ടോ ഞാൻ ഏതെങ്കിലും മതത്തിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? സംസാരിക്കാറില്ല. എൻ്റെ ആദ്യത്തെ സിനിമയ്ക്കകത്ത് പോലും ഞാൻ ആ ഡയലോഗ് എഴുതിയിരിക്കുന്നത് ഒരു മുസ്ലിം എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫുൾ മുസ്ലിം കമ്മ്യൂണിറ്റീനെ തെറ്റുകാരെന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ആ സ്ത്രീയെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഞാനിവിടെ ഈ സീൻ കാണിച്ചിരിക്കുന്നത്. കാരണം എല്ലാ പാകിസ്ഥാനീസും ദേ ആർ നോട്ട് ബാഡ്. പാകിസ്ഥാനീസിനെ നിങ്ങൾ ഇവിടെ പോകണം, ദുബായിൽ പോയിട്ട് നമ്മുടെ മലയാളീസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പാകിസ്ഥാനീസിനെ കാണൂ. സോ ഇതെല്ലാം ചില ഇത് നിങ്ങൾ എല്ലാവരും മീഡിയ ഞാൻ പറഞ്ഞാൽ ഇത് വേറൊന്നും കൊണ്ടല്ല. വെച്ചാൽ ഒരുപാട് ഹിന്ദി പടത്തിൽ പാകിസ്ഥാനിയെ സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്നുണ്ട്. യെസ്. അതായത് അവരെ ഒരു എന്താ പറയുക പ്രാകൃതരായിട്ടും. ബാഡ് എന്ന് പറയുന്നത് പാകിസ്ഥാനി, അതെ, വില്ലൻ പാകിസ്ഥാനി. അതേ നോട്ട് ഹ്യൂമൻ. അതിനോട് താങ്കൾക്ക് യോജിപ്പില്ല? എനിക്ക് യോജിപ്പില്ല. കാരണം സിനിമകളോട് യോജിപ്പില്ല. എനിക്ക് യോജിപ്പില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെയുണ്ട് മനുഷ്യ ഹൃദയങ്ങളുള്ളവർ. ഈ പാകിസ്ഥാൻ ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭാഗമായിരുന്നു 60-70 വർഷം മുന്നേ. ഇതിനെ സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് ഇന്നിവിടെ കാണുന്ന ഈ വർഗീയതയ്ക്കെല്ലാം കാരണം ഈ പാർട്ടീഷൻ അല്ലേ എന്നുള്ള പോലും ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതെൻ്റെ അടുത്ത സിനിമയിൽ വരും. താങ്കൾ പട്ടാള സിനിമകൾ വിടാൻ തയ്യാറല്ല? അല്ല, ഇല്ല. ഞാൻ ചെയ്യും. പക്ഷേ വല്ലവരും നല്ല അങ്ങനെയുള്ളൊരു കഥ കൊണ്ടുവരട്ടെ. ഇതിപ്പോൾ ഞാൻ തന്നെ എഴുതേണ്ട ഒരു ഗതികേടാണ്. കാരണം എന്ന് വെച്ചാൽ വേറെ വല്ലവരും പട്ടാള കഥ എഴുതി കഴിഞ്ഞാൽ എനിക്ക് അതിനോടെങ്കിൽ ചേരാൻ പറ്റുന്നില്ല. കാരണം അതിൽ യാഥാർത്ഥ്യങ്ങൾ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട സമയമായോ? നല്ലൊരു കഥ തരൂ, ഞാനിപ്പോൾ ചെയ്യാം. ഞാൻ കഥ തരാം. തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും. നല്ലൊരു കഥ വേണം. അതിനകത്ത് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ബെറ്റാസ് സമൂഹത്തിനും ഞാൻ ആ കഥയ്ക്കകത്ത് ഒരുപാട് സുന്ദരികളായ സ്ത്രീകളെ ഹയർ ചെയ്യാനുള്ള എല്ലാവിധ പ്രൊവിഷൻസും ഉള്ളവർ. That's your selection, your choice. I don't want to get involved in this. Yes, I'll get involved in that. പക്ഷേ അറ്റ്ലീസ്റ്റ് അഭിനയിക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ നോക്കണമല്ലോ. That's all. That you do it. പക്ഷേ താങ്കളുടെ ഹൃദയം വളരെ ലോലമാണെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. വീണ്ടും എനിക്ക് മാത്രമല്ല പ്രേക്ഷകർ മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് സങ്കടം എന്താണെന്നറിയാം. നമ്മൾ പലപ്പോഴും ചോദിക്കും നമ്മളിത് തുറന്ന് പൊളിച്ചിട്ട് കാണിക്കാനൊന്നും പറ്റില്ല എന്നുള്ളത്. എൻ്റെ പൂജാ റൂമിനകത്ത് ഞാൻ എല്ലാ ഗ്രന്ഥങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ ഒരു വർഗീയത ആരോടും കാണിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നെ ഒരു സ്റ്റാമ്പ് അടിച്ചിട്ട് ഒരു ഹിന്ദു തീവ്രവാദി? അത് ചില സമയത്ത് താങ്കളുടെ എന്താ കാരണം അറിയോ? നമ്മൾ മനസ്സാ വാച കർമ്മണ ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ മുകളിൽ വേണമെങ്കിൽ ആരോപിക്കപ്പെടാം. അതിൻ്റെ പകുതി കുറ്റം നമ്മുടെ എന്താ കാരണം എന്നറിയോ? ചിലപ്പോൾ നമ്മുടെ ശരീരഭാഷയോ നമ്മുടെ ഭാഷകളിൽ വരുന്ന ചില കുരുപ്പുകളോ വേണമെങ്കിൽ അങ്ങനെയുള്ള ചില സിഗ്നൽസ് കൊടുത്തേക്കാം ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് പകുതി ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഒരുത്തനോട് വിരോധം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ എൻ്റെ ശരീരഭാഷ അങ്ങനെ സൃഷ്ടിച്ചേക്കാം, അങ്ങനെ ആയിരിക്കും. അതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 50% കുറ്റവാളി തന്നെയാണ്. സംഭവിച്ചു. എന്നോട് മമ്മൂക്ക ചോദിക്കാനാണ് നമ്മളൊന്നും മനസ്സാ വാചാക്രമണം അറിയാത്തവന്മാരൊക്കെ നമ്മുടെ ശത്രുക്കളാണല്ലോ. ഞാൻ പറഞ്ഞു മമ്മൂക്ക ഇത് നമ്മുടെ പകുതി. എന്താ കാരണം? നമ്മളറിയാതെ എമിനേറ്റ് ചെയ്യുന്ന ചില സിഗ്നൽസ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ വേറെ രീതിയിലുള്ള അർത്ഥങ്ങളായിരിക്കും വേണമെങ്കിൽ സൃഷ്ടിക്കുക. നിങ്ങൾ നല്ല പാട്ടുകാരനാണോ? ഞാനോ? പാടിയിട്ടില്ലേ? മൂളിപ്പാട്ടും കാര്യങ്ങളും ഐ എൻജോയ് സോങ്സ്.
എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പാട്ടുകൾ ഇഷ്ടമാണ്, പക്ഷെ അതിനു വേണ്ടിയിട്ട് സമയം ഫുൾ ലൗഡ് മ്യൂസിക് ഇടുക അതൊന്നുമില്ല. നല്ല പാട്ടുകൾക്ക് ഭയങ്കര നല്ല പാട്ടുകൾ, അത് നല്ല റൊമാൻറ്റിക് പാട്ടുകൾ, റൊമാൻറ്റിക്കും എല്ലാം എനിക്ക്